ഓമനയും മുരളീധരനും തമ്മിലുള്ള ബന്ധം അതിരുവിട്ടു വളർന്നതോടെ അവർ ഒരുമിച്ചുള്ള യാത്രകളും ഹോട്ടലുകളിലെ രഹസ്യ താമസങ്ങളും ആരംഭിച്ചു. ഭർത്താവിനെയും സമൂഹത്തെയും കബളിപ്പിച്ച് അവർ ആ ബന്ധം വളരെ നാളുകൾ മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ അതെല്ലാം മുരളീധരൻ ഒരുക്കിയ ഒരു വലിയ കെണിയായിരുന്നുവെന്ന് ഓമന തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയിരുന്നു. മുരളീധരന്റെ ലക്ഷ്യം ഓമനയോടുള്ള പ്രണയമായിരുന്നില്ല, മറിച്ച് ഒരു ഡോക്ടറായ അവരുടെ കയ്യിലുള്ള സമ്പത്തായിരുന്നു. അവൻ പതിയെ തന്റെ തനിനിറം പുറത്തെടുത്തു. ഓമനയിൽ നിന്നും അവൻ പണം ആവശ്യപ്പെടാൻ തുടങ്ങി. കാര്യങ്ങൾ തന്റെ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ഓമനയ്ക്ക് മുരളീധരന്റെ ബന്ധം വലിയൊരു ഭയമായി മാറി തുടങ്ങി. ഇതിനിടയിലാണ് ഓമന ആ വലിയ സത്യം അറിയുന്നത്. മുരളീധരൻ വിവാഹിതനാണെന്നും അയാൾക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നും. ഈ വിവരം അയാൾ ഓമനയിൽ നിന്നും മനഃപൂർവ്വം മറച്ചുവെക്കുകയായിരുന്നു. താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. ഈ കാര്യങ്ങൾ പറഞ്ഞ് മുരളീധരനുമായുള്ള ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഓമന ശ്രമിച്ചു. പക്ഷേ തന്റെ പണം കറന്നെടുക്കുന്ന ആ വലിയ സ്രോതസ് ഇല്ലാതാക്കാൻ മുരളീധരൻ തയ്യാറായിരുന്നില്ല. അവൻ പിന്മാറാൻ കൂട്ടാക്കിയില്ല. അയാൾ ഭീഷണിയുടെ സ്വരം പുറത്തെടുത്തു. തനിക്ക് പണം തന്നില്ലെങ്കിൽ തങ്ങൾ തമ്മിലുള്ള രഹസ്യ ബന്ധവും ചിത്രങ്ങളും ഓമനയുടെ ഭർത്താവിനെയും സമൂഹത്തെയും അറിയിക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി.